പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ ആശീർവാദത്തിനായി ശിരസ് കുനിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ തിങ്കളാഴ്ച ഒക്ടോബർ 21 തീയതിയായ ഇന്നത്തെ നമ്മുടെ പ്രത്യേകമായ എല്ലാ ഇടപാടുകൾ, നമ്മുടെ യാത്രകൾ, നമ്മുടെ ആശങ്കകൾ, ഇന്ന സ്ഥലത്ത് പോയി ശരിയാകുമോ, അവരെ സാധിച്ചു തരുമോ, കാണാൻ പറ്റുമോ, ആൾക്കാരെ കാണാൻ പറ്റുമോ, വിചാരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുമോ, ഇങ്ങനെ ഓരോരോ ആശങ്കകളില്ലേ. അവർ കണ്ടാൽ ഞാൻ എന്ത് പറയണം അവരോട്, അവരെന്ത് ചോദിക്കാം. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്നവരെ, ടെസ്റ്റിന് പോകുന്നത്, പരീക്ഷയ്ക്ക് പോകുന്നവർ, റവന്യൂ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവർ, കോടതി പോകുന്നവർ, പോലീസ് സ്റ്റേഷനിൽ പോകുന്നവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആശങ്കകളുടെ സാഹചര്യങ്ങൾ, അവിടെയെല്ലാം ദൈവശക്തി നാളെ നിറയുന്ന സമയമാണിത്. അതിനു വേണ്ടിയാണ് ഈ അന്നു വേണ്ടി ആഹാരമായ ഹൃദയ അനുഗ്രഹ പ്രാർത്ഥന കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ശിരസ് നമിച്ച് നിയോഗങ്ങളെ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. ഈ നിയോഗങ്ങളെല്ലാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദശകവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയേണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇന്നത്തെ ഈ ആവശ്യങ്ങളും ആശങ്കകളും ആസ്വസ്ഥ്യങ്ങളും എല്ലാ ആത്മശക്തിക്ക് അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ശിരസ്സ് നമിച്ച് കൈകൾ കൂപ്പി കർത്തൃസന്നിധിയിലെ മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന ഏറ്റക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളവരെ, കർത്താവ്, ഓൺലൈൻ ഉടമ്പടിയിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളവരെ, തീർത്ഥാടന ഉടമ്പടിയിൽ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ളവരെ, അതിൻ്റെ പഥ്യങ്ങളിലും അതുപോലെ തന്നെ എൻ്റെ പരിവർത്തനങ്ങളിലും ഇരിക്കുന്നവരെ, കർത്താവ്, ഇതിൻ്റെ തിരുമുറുവാർന്ന് വലതുകാലത്തിൽ ആശീർവദിക്കണമേ. ഇന്ന് ജോലിക്ക് പോകുന്നവരെ, ഇന്ന് കുട്ടികളുണ്ട്, ഹോംവർക്ക് കൊടുക്കാനുള്ളവർ, റെക്കോർഡ് കാണിക്കാനുള്ളവർ, അതുപോലെ തന്നെ എക്സസൈസ് ബുക്ക് കാണിക്കാനുള്ളവർ, ഇന്ന് അങ്ങനെ ഓരോരോ മേഖലകളിലെ ഏതെല്ലാം പഠന മേഖലകളിലാണ് നീ വ്യാപരിക്കുന്നത്
അവിടെയെല്ലാം നിൻ്റെ പഠനപരമായ ഉത്തരവാദിത്തങ്ങൾ നിനക്ക് നിർവഹിക്കാൻ എൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സങ്കടങ്ങൾ, അതിൻ്റെ ആശങ്കകൾ കർത്താവ് തിരുസേനയെ സമർപ്പിച്ച് മാതാവ് ഒരു അമ്മ എന്ന നിലയിൽ നിനക്കെന്തും പറയാം, നിൻ്റെ പരാജയങ്ങളെക്കുറിച്ച് പറയാം, നിൻ്റെ നന്മകളെക്കുറിച്ച് പറയാം, നിൻ്റെ ഉത്കണ്ഠകളെക്കുറിച്ച് പറയാം. നമ്മളാണ് അമ്മയോട് എല്ലാം പറയണം. ഈശോൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവിനോട്, കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയോട് നിൻ്റെ കുടുംബത്തിൻ്റെ വിഷമതകളെ ഇന്ന് നീ ഷെയർ ചെയ്യുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, ഇന്ന് ശിരസ്സുന്ന ലോകം മുഴുവനും വിവിധ രാജ്യങ്ങളിൽ ഈ നിമിഷം കൈകൾ കൂപ്പിക്കൊണ്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും നീ ആശീർവദിക്കണമേ. കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വടതുകർത്ത മക്കളെ ആശീർവദിക്കണം. അടിപ്പഴ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി ഉച്ചപോലെ ഉള്ളംകാലം വരെ അവിടേക്ക് പ്രസരിക്കട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും ഞരമ്പുകളിലും കർത്താവെ സ്പർശിക്കുന്ന ശബ്ദം നഷ്ടപ്പെട്ടവരെ, തൈറോയിഡ് വന്നു പോയവരെ, അവർ ശരീരത്തിൽ മുഴക്കമുള്ളവർ, അടിവയറ്റ് വേദനയുള്ളവർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദനയുള്ള എല്ലാ ഇടങ്ങളിലും രോഗമുള്ള എല്ലാ ഇടങ്ങളിലും നിങ്ങളുടെ ഇടത് കൈവച്ചുകൊണ്ട് വലത് കൈ ഉയർത്തിക്കൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്ന ഓരോ ഇടത്തും അങ്ങയുടെ മക്കൾ അനുഭവിക്കുക അടിപ്പിഴ പോലെ കർത്താവ്, വൈദാഘാതം പോലെ കർത്താവ്, ദൈവികമായ ശക്തി കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ശക്തി പ്രസരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി ജോലി മേഖലകളിലെ, സാമ്പത്തിക മേഖലകളിലെ, ജീവന മേഖലകളിലെ, അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും, അതുപോലെ തന്നെ കർത്താവെ നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റ് വരച്ച് നോക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കർത്താവെ പ്രിയപ്പെട്ടവരുടെ വിയോഗം കാരണം വിഷമിച്ചിരിക്കുന്നവർ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ ആശുപത്രിയിലായത് കാരണം സങ്കടപ്പെട്ടിരിക്കുന്നവർ, അവർക്ക് ആവശ്യമായ സമ്പത്ത് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റാതിരിക്കുന്നവർ, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വന്നതിന് സ്വയമായിട്ട് വിഷമിക്കുന്നവർ, വേദനിക്കുന്നവർ, കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ, വാടകകൾ താമസിക്കുന്നവർ, അതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, പാട്ടത്തിന് താമസിക്കുന്നവർ, അതുപോലെ തന്നെ വീടില്ലാത്തവർ, സ്ഥലം പോലും ഇല്ലാത്തവർ, കർത്താവ് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് ഈശോ. അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും അവിടെ കഴിവുകൊണ്ടുള്ള കർത്താവ് അങ്ങനെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ, വീഴ്ത്തുന്നതിൻ്റെ യോഗ്യതയാൽ അവർക്ക് സാധിച്ചു കൊടുക്കാൻ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട മറിയത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ചേർത്തുകൊണ്ട് ഞങ്ങളുടെ സ്വകാര്യവും വ്യക്തിപരവും സാമൂഹ്യമായ ദുരന്ത അവസ്ഥകളെ കർത്താവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്ന യേശുക്രിസ്തുവിൻ്റെതുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാൾ ദൈവശക്തി അതിൻ്റെ വിഷമതകൾ, സങ്കടങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ശക്തി ധരിക്കുകയും സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം മുഴുവനും കർത്താവ് നിന്നെ ആശീർവദിക്കുകയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപയാൽ നിറയുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വശക്തനെ നയിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനം വേർതിരിവിൻ്റെ സുവിശേഷമാണ്. നമ്മൾ വേർതിരിക്കൽ എന്ന് പലപ്പോഴും ഒരു ജീവിതത്തിൻ്റെ അനുഭവമായി മാറാറുണ്ട്. ചിലക്കത് വേദനയായി മാറാറുണ്ട്, ചിലക്കത് ഉന്നതമായ വിജയമായി മാറാറുണ്ട്. എന്തായാലും അതെങ്ങനെ സമീപിക്കണം, അതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ തിരുമനസ് എന്താണെന്ന് അറിയുന്ന ഒരു വേദവചനമാണിത്. സംഖ്യാപുസ്തകം 16:9. കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന് മുമ്പിൽ നിന്ന് സേവനം അനുഷ്ഠിക്കാനും ഇസ്രായേലിൻ്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? അതായത് വേർതിരിവ് ചില സമയത്ത് ഗുണത്തിനോ, ചിലപ്പോൾ ദോഷത്തിനോ, ചിലപ്പോൾ വിജയത്തിനോ, ചിലപ്പോൾ വേദനയ്ക്കോ, ഏതായാലും ഈ ഒരു വിഷയം നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് പലപ്പോഴും. പക്ഷേ പലപ്പോഴും വേർതിരിവ് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് വേദനയായിട്ടാണ് അത് അനുഭവിക്കുന്ന ആൾക്കാരെ. പക്ഷേ സുവിശേഷത്തിലെ വേർതിരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരഞ്ഞെടുപ്പാണ് ദൈവത്തിൻ്റെ. ദൈവം തിരഞ്ഞെടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞില്ലേ, അതായത് ഈ ശിശുവിനെപ്പോലും ചെറുതാകുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിലെ വലിയവൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ എന്താ പറഞ്ഞത്? ചെറുതാകുന്നത് പോലെ തന്നെയുള്ള ഒരു സംരംഭമാണ്, ഒരു അനുഭവമാണ് ചെറുതാക്കപ്പെടുന്നത്. നമ്മൾ ചെറുതാക്കപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ് അങ്ങനെ ആക്കണത്. എന്തിനാ? നമ്മൾ ഉയർത്താൻ വേണ്ടി ദൈവത്തിന് നടപടിക്രമമാണ്. ആധ്യാത്മികമായ സുവിശേഷമായ ഒരു പ്രവർത്തനമാണത്. അതുപോലെ തന്നെയാണ് ഇത്. അതായത് വേർതിരിക്കുക എന്ന് പറഞ്ഞാലും അത് വേർതിരിവ് ചില വ്യക്തികളിൽ നിന്ന് അനുഭവിക്കാം, ചിലപ്പോൾ സ്ഥാപനത്തിൽ നിന്ന് അനുഭവിക്കാം, ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് വേർതിരിവ് അനുഭവിക്കാം. ചിലക്ക് വന്ന് എൻ്റെ അടുത്ത് സങ്കടം പറയും, എൻ്റെ അച്ഛ സ്ഥലം ഭാഗിച്ചപ്പോൾ അത് പെങ്ങുമ്പക്കൊക്കെ കൂടുതൽ ഓഹരി കൊടുത്തു, അവൾക്ക് നല്ല കാശ് കൊടുത്ത് കെട്ടിയിട്ടാണ്, പക്ഷേ എൻ്റെ ഓഹരി കൂടി കൊടുത്തു. എന്നാൽ എൻ്റെ അധ്വാനമാണ് ഈ കുടുംബത്തിലുണ്ടായിരുന്ന മുഴുവനും. അത് പറയാനോ അളക്കാനോ അതിൻ്റെ കണക്ക് കാണിക്കാനോ ആർക്കും കഴിഞ്ഞില്ല. ഞാൻ എഴുതി വെച്ചിട്ടുമില്ല. അപ്പനും അമ്മയ്ക്ക് കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി അനിയന്മാർക്കും കുടപ്പുറന്മാർക്കും വേണ്ടി ചിലവാക്കിയത് ആരോട് കാണിക്കാനാണ് വെച്ചാൽ. അപ്പോൾ ഇങ്ങനെ പരമാർത്ഥ ഹൃദയർ ശരിക്കും ചില സമയത്ത് വഞ്ചിക്കപ്പെടുകയോ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാം. പക്ഷേ അനുഭവം ഉണ്ടാകുമ്പോൾ
ദൈവപൈതൽ എന്ത് ചെയ്യുന്നറിയാവോ? ദൈവപൈതൽ നമുക്കറിയാമല്ലോ, നമ്മളെ തോക്കണമെങ്കിൽ ദൈവം നമ്മളെ തോൽപ്പിക്കണം. മനുഷ്യൻ തോൽപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ദൈവപൈതൽ തോക്കാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുടുംബത്തിൽ തന്നെയുള്ളവരായിരിക്കും നമ്മുടെ ശത്രു ഈശോ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ എവിടുന്ന് നമുക്ക് പണി കിട്ടാം? അപ്പോൾ എവിടുന്ന് കുടുംബത്തിൽ തന്നെ ഉള്ളവരായിരിക്കും നിങ്ങളുടെ ശത്രു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പറയുന്നത്? ഈശോ പറയാതെ പറയുന്ന കാര്യം എന്താണ്? എവിടുന്നും ദൈവപൈതലെ നിനക്ക് പണി കിട്ടാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ദൈവം ഒരു മനുഷ്യനെ തോൽപ്പിച്ചാൽ മാത്രമേ നമ്മൾ തോറ്റു കൊടുക്കാവൂ. അല്ലെങ്കിൽ വരാവുന്ന എല്ലാ ഉച്ചനീചത്വവും പക്ഷഭേദവും വേർതിരിവുമെല്ലാം ദൈവഭാഗത്തെ പരിപാലനയുടെ ഭാഗമായിട്ട് എടുക്കണവരുണ്ട്. അവർക്ക് ഇത് വെച്ചുകൊണ്ട് ഭയങ്കരമായ രീതിയിൽ സ്കോർ ചെയ്യണ കാണാം. ആധ്യാത്മികത എന്ന് പറയുന്നത് ഭയങ്കരമായി നെഗറ്റീവ് അനുഭവങ്ങളിൽ നിന്നുള്ള പോസിറ്റീവ് സ്കോറിംഗ് എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ ഒരു തനത് സംഭാവനയാണ് മനുഷ്യരാശിക്കുള്ള. അതാണ് ഈ വേർതിരിപ്പിനെ കുറിച്ച് പിന്നെ പറയണ എവിടെയാണെന്ന് അറിയാവോ? അതായത് ലേവ്യരെ വേർതിരിച്ചില്ലേ? അതായത് സംഖ്യാപുസ്തകം 8:6 വായിച്ച്, ലേവ്യരെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിച്ച് ശുദ്ധീകരിക്കുക. അതന്നെ. അപ്പോൾ ലേവ്യരെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഭാഗമായിട്ട് 12 ഗോത്രങ്ങളുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു വേർതിരിവ് അനുഭവിച്ചവരെ. കാര്യം അവർക്ക് ഓഹരി കിട്ടിയേയില്ല. ഇസ്രായേൽ ഗോത്രത്തിന് 12 ഗോത്രങ്ങളെ ഇസ്രായേൽ രാജ്യം വിഭജിച്ചപ്പോൾ അവരുടെ ഒരു അംശമില്ല. പക്ഷേ കർത്താവ് അവരോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അത് വായിക്കണമെങ്കിൽ സംഖ്യ 18:20 വായിച്ചേ. കർത്താവ് അഹ്റോനോട് അരുളി ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. ഇത് കണ്ടില്ലേ? ഇത് ഒരു ജനകോടികളുടെ ആധ്യാത്മിക അനുഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വേർതിരിവ് അനുഭവിച്ചു എന്ന് കണ്ടാൽ നമ്മളെ വേർതിരിച്ചവരുടെ മൂക്കിനിട്ട് ഇടിക്കാൻ വേണ്ടി നിങ്ങൾ ഉടനെ വടിയും പഴുകയും എടുത്ത് പോകേണ്ട കാര്യമില്ല. മറിച്ച് അത് അക്കൗണ്ട് കാര്യം ഓവർ ചെയ്യണം. എന്താണ്? അത് കർത്താവിൻ്റെ പേജിലിട്ട് എഴുതി കൂട്ടണം. അത് എൻ്റെ നാമത്തിൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നത് എന്നെ സ്വീകരിക്കുന്നു. ഈ വേർതിരിവ് പക്ഷഭേദമായാലും ശരി, ഉച്ചനീചത്വമായാലും ശരി, അത് കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചിട്ട് കർത്താവിൻ്റെ വഴിയെ പോയി കഴിഞ്ഞാൽ അവകാശം ഭൂമിയല്ല, പിന്നെന്താണ്? കർത്താവ് തന്നെയായിരിക്കും നമ്മുടെ അവകാശം. എല്ലാ വേർതിരിവുകളും ഉച്ചനീചത്തിലും പക്ഷപാതത്തിലും വിങ്ങുന്നവരും കർത്താവ് തന്നെയാണ് നിൻ്റെ അവകാശം ഓഹരിയാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും നിന്നെ എടുത്തുയർത്തുന്നതാണെന്നുള്ള ബോധ്യത്തിൽ കെട്ടിക്കൊണ്ട് അതിൽ നിലനിന്ന് പ്രവർത്തിക്കുവാനും കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസനം ആധ്യാത്മികത ഈ തലമുറയോടുള്ളൊരു പ്രതികാരമാണ്. കാര്യം ഞാൻ അച്ഛനായ കാലം മുതൽ ഇങ്ങനെ യേശു ഏകരക്ഷകൻ എന്നുള്ള ബൈബിളിൻ്റെ അടിസ്ഥാന വെളിപാട്, അതിൻ്റെ പേരിൽ ദൈവം നമുക്ക് മധ്യസ്ഥരായി തന്ന വിശുദ്ധന്മാരെയും സർവോപരി ലോകത്തിന് യേശുവിനെ നൽകിയ അമ്മയെപ്പോലും നിഷേധിച്ചുകൊണ്ട് നമ്മുടെ സഭാതലങ്ങളിൽ പോലും ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? അതിനെല്ലാം എതിരെയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിവാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയിലുള്ള അനുഭവത്തിലൂടെ യേശുവിനെ കണ്ടെത്തി ജീവിക്കുന്ന സാക്ഷാത്യാത്മത്തിലേക്ക് കേരള സഭയെയും ലോകസഭയെയും ദൈവം തിരികെ കൊണ്ടുവരികയാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏഞ്ചലിന്റെ മനസ്സിൽ അന്ന് അവളുടെ കൈപിടിച്ച രാത്രിയിലെ അമ്മ ചെവി പറഞ്ഞൊരു സത്യമുണ്ട്. നിന്നെ ഞാൻ ഈ കട്ടിലിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ കാരണം ഉടമ്പടി എടുത്തിട്ട് അത് പാലിക്കാതെ അതിൻ്റെ അനുഗ്രഹവും ആനുകൂല്യം കൈപ്പറ്റാതെ വിശ്വാസം തണുത്തുപോയ ആൾക്കാരെ നിന്നിലൂടെ തിരികെ വിളിക്കാനാണെന്ന് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്. യോഹന്നാൻ 15:7 എന്താണ്? യോഹന്നാൻ 15:7 എന്താണ്? എൻ്റെ വചനം എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. അപ്പൊ ഇഷ്ടമുള്ളത് ചോദിക്കാമെന്നുള്ളത് നമുക്കറിയാം. ഉടമ്പടി എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ദിവസം 10 സാക്ഷ്യമാണ് ഇപ്പോൾ അപ്പ് ചെയ്യണത്. 10-20 സാക്ഷ്യങ്ങൾ 25 സാക്ഷ്യങ്ങളിൽ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ 10 അപ്പ് ചെയ്യും. അപ്പോൾ 10 അപ്പ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഓൾ സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ട്. കടം, ജോലി, ജപ്തി, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, വീട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ശ്രുതികട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആവശ്യമായ അഭിഷേകം. ആൻസി കുമ്പളങ്ങിയ. അപ്പം ആൻസി കുമ്പളങ്ങിയുടെ സാക്ഷ്യത്തിൻ്റെ സ്റ്റോറി നിങ്ങൾ മനസ്സിലാക്കണേ. ആൻസി കുമ്പളങ്ങി എന്ന നമ്മുടെ നാട്ടുകാരിയാണ്. അവർ കല്യാണം കഴിച്ച് വിട്ട ആളാണ്. പക്ഷേ അവളെ കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷം അവളുടെ വീട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, ആങ്ങളയുണ്ട്. ആങ്ങള കല്യാണം കഴിച്ചതാണ്. അപ്പം 4 പേരുണ്ട്. പക്ഷേ എന്നാ പറ്റുക വെച്ചാൽ ആങ്ങള മദ്യപാനം തുടങ്ങി. അപ്പോഴത് രാത്രിയും പകലും കുടിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എന്താ, കുടി വന്നു കഴിഞ്ഞാൽ വെളിവ് ഉണ്ടാകത്തില്ലല്ലോ. ജീവിതത്തെക്കുറിച്ച് വെളിവില്ല, വരുമാനമില്ല, ജീവിക്കാൻ മാർഗമില്ല. ഭാര്യ വഴക്കിട്ട് പോയി. എവിടെയാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ആ രീതിയിൽ പോയി കളഞ്ഞ്. പിന്നെ എന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ദുരന്തം. അപ്പോൾ ഒരാൾ കുടുംബത്തിൽ നിന്ന് തകർന്നാൽ മൊത്തം തകരുവേ. അടുത്ത ദുരന്തം എന്താ? അടുത്ത ദുരന്തം വീടിന് ജപ്തിയായി. അപ്പോൾ വരുമാനം ഇല്ലാതെ കടമയുടെ ജീവിച്ചു കഴിഞ്ഞാൽ വീട് പിന്നെ പണയം വെക്കുമ്പോൾ ജപ്തിയായി കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും രോഗിയാണ്, വീട് ജപ്തിയുമാണ്. ആങ്ങള വെള്ളമടിച്ച് നാട്ടിൽ കറങ്ങി നടക്കണം. ഇപ്പോൾ ആങ്ങളെയും കാണാനില്ല. അപ്പോൾ ജീവിതം പോണ പോക്കുണ്ടല്ലേ, അങ്ങ് ജീവിതം മുങ്ങിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ ആൻസി വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഈ ആങ്ങള മദ്യപാനം ഉപേക്ഷിക്കണം. അമ്മയ്ക്ക് മാനസിക രോഗമായിരുന്നു. ആങ്ങളെ മദ്യപാനം ചെയ്ത് വീട് വിട്ട് ഇറങ്ങി. ആങ്ങളുടെ ജീവിതം തീർന്നപ്പോൾ അതിൻ്റെ വ്യസനം തലക്കടിച്ചിട്ട് അമ്മ ആൻസി പറയണത്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് പോലും അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല. ഇരുട്ടത്ത് കുത്തിയിരിക്കണ കണ്ട് അമ്മയ്ക്ക് എന്നെ നിങ്ങളൊന്ന് നോക്കി ആ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ട. മകൾ കയറി ചെന്നിട്ട് അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ എന്തൊരു മാനസികാവസ്ഥ ഇരിക്കും. അതിൻ്റെ ഇടയ്ക്കാണ് വീടിന് ജപ്തി വരണത്. പിന്നെ ജപ്തി എന്ന് വെച്ചാൽ അവർ ഈ ആൻസർ തന്നെ ഭർത്താവുമായിട്ട് ആലോചിച്ച്, ഭർത്താവ് നല്ല ഭർത്താവാണെന്ന് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞ് നമുക്ക് കടമൊക്കെ മേടിച്ചാലും വീട് വിട്ട് അവർ ഇറങ്ങിപ്പോയാൽ ശരിയാകത്തില്ലല്ലോ. അപ്പോൾ വീട് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കടം മേടിച്ചാലും ജപ്തി പരിഹരിക്കാം. കാര്യം അവർ രണ്ടുപേരും ദിവസകൂലി പണിക്കാരാണ്, അല്ല വലിയ പണക്കാരല്ല, ദിവസകൂലിയായിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് മനസ്സുള്ളത് കാരണം അപ്പനും അമ്മയും അവിടെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പോകാതിരിക്കാൻ വേണ്ടി അവർ കടം മേടിച്ച് ജപ്തി ഒഴിവാക്കി കൊടുത്ത്. പക്ഷേ ജപ്തി ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത കുരിശ് തന്നെ. എന്നാ കുരിശ് വന്നത്? ഭയങ്കര പ്രളയം വന്ന് മഴ പെയ്ത് ഭയങ്കര പ്രളയമായി. വീട് ഒടിഞ്ഞു പോയി. വീട് പഴയ വീടായിരുന്നു, അത് ഒടിഞ്ഞു പോയിട്ട് ഇടിഞ്ഞു പോയിട്ട് അപ്പനും അമ്മയും അകത്തായി പോയി. പിന്നെ മരിച്ചില്ല. ഇവർ രണ്ടുപേരും കൂടി ചെന്ന് അപ്പനും അമ്മയും പുറത്താക്കിയിട്ട് പോയി ഒരു വാടക വീട് കണ്ടുപിടിച്ച് അപ്പനും അമ്മയും വീട്ടിലോട്ട് മാറ്റി. അപ്പോൾ ഈ ഉടമ്പടി എന്നിട്ട് ഈ ഉടമ്പടി നോക്കിയാൽ ഉടമ്പടിയിലൂടെ പോകുമ്പോഴാണ് വീടൊക്കെ ഒടിഞ്ഞു വീഴണം നോക്കണം. പക്ഷേ ഇവർ പരാജയപ്പെടാൻ തയ്യാറല്ല. അവരെ പ്രത്യക്ഷീണ പ്രാർത്ഥനയും ചൊല്ലി അതിനിടയ്ക്കുള്ള ഉടമ്പടിയുടെ നിങ്ങളിപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ. അപ്പോൾ വചനം നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണത്. അത് ഓർത്തേക്കണം. നിങ്ങൾക്ക് വേറെ പണിയില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വചനം നിലനിൽക്കണം. എന്താണ് ഒരു വചനം? നിങ്ങൾ ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ പ്രസംഗിക്കാൻ നമുക്ക് ചാതുര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൃപാസനം പത്രം മേടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വചനം നിവൃത്തിയാക്കുകയാണ്. എന്താ കാര്യം? നമ്മൾ വചനത്തിൽ നിലനിന്ന് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ചോദിക്കാമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഓർക്കണം, ഈ ഉടമ്പടിയുടെ മെയിൻ സംഭവം പ്രേക്ഷിത പ്രവർത്തനമാണ്. അല്ലാതെ പ്രത്യക്ഷ പ്രാർത്ഥന മാത്രമല്ല, പ്രേക്ഷിത പ്രവർത്തനമാണ് ഇതിൻ്റെ സംഭവം. അതിൻ്റെ ഇവാഞ്ചലേഷൻ പ്രവർത്തനം, അതായത് ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സാഹചര്യം, അത് ലോകത്തിന് പാപത്തിന് പരിഹാരമായിട്ടാണ്. അപ്പോൾ മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നെങ്കിൽ സുവിശേഷത്തിൽ അവൻ വിശ്വസിക്കണം. അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ അവൻ യേശുക്രിസ്തുവിന്റെ നാമത്തെ അനുതാപപ്പെടണം. അപ്പോൾ അനുതാപമാണ് പ്രഘോഷിക്കപ്പെടേണ്ടത്. അത് ഭൂമിയുടെ അതിർത്തി വരെ അനുതാപം പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത്. സുവിശേഷത്തെ വിശ്വസിക്കാനാണ്. സുവിശേഷം വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചവർ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ വചനം, അങ്ങയുടെ നാമം ലോകത്തിന് കൈമാറിക്കൊണ്ട് അവരുടെ പാപക്കറകളിൽ നിന്ന് യേശു നാമത്തിലെ അവർ അനുദപിച്ചുകൊണ്ട് യേശു നേടിയെടുത്ത നിത്യജീവനിലേക്ക് കൃപകളിലേക്ക് മനുഷ്യരാശിയെ സ്വീകരിക്കുന്നതിനായി സുവിശേഷത്തിന്റെ ഉപകരണമാക്കി എന്നെ അഭിഷേകം ചെയ്യണമേ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 ആരാധന
ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. ഇത് ഈ സുവിശേഷം കൈമാറ്റപ്പെടണം, വചനം ആൾക്കാർ വിശ്വസിക്കണം, വിശ്വസിച്ച് യേശുനാമത്തിൽ പാപക്ഷമ സ്വീകരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണത്, നമ്മുടെ ആഗ്രഹമല്ലത്. ഈ ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുകയും വ്യഗ്രത കൊള്ളുകയും വിഷമിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ് ലോകം ഈശോയെ സ്വീകരിക്കുക എന്നുള്ളത്. ആ ദൈവത്തിൻ്റെ ഒരു വിഷമം ആർക്കാണ് വിഷമമായി തീരണത്? അവരാണ് ദൈവത്തിൻ്റെ വേലക്കാരായിട്ട് മാറണത്. അത് ആർക്കുമാകാം. നിങ്ങളെ പത്രം കൊടുക്കുമ്പോഴേ, ഇപ്പോൾ ആൾക്കാരൊക്കെ പത്രം കൊടുക്കുമ്പോൾ എന്താ ചെയ്യണമെന്നറിയാവോ? ഞാൻ ഇന്ന് വെളുപ്പിന് ഒരു സാക്ഷ്യം വായിച്ചു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 അഭിഷേകത്താൽ നിറയ്ക്കണമേ ഈശോയെ. കൈമാറുവാനായിട്ടുള്ള അഭിഷേകം ഞങ്ങളിൽ യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. ആ സാക്ഷ്യത്തിൽ എന്ത് സംഭവിച്ചാൽ ഒരു ചേച്ചിയാണ്, ഇടുക്കിയിലൊരു ചേച്ചിയാണ്, പേര് ഞാൻ മറന്നുപോയി. അവരുടെ ഇന്നലെ മറ്റേ പറഞ്ഞ സാക്ഷ്യമാണത്. അവരുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, അവർ ഏലത്തോട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു മോൾ അവിടെ ഈ സാക്ഷ്യം ഇങ്ങനെ മൊബൈലിൽ തുറന്ന് വെച്ചുകൊണ്ട് വരും. നമ്മുടെ സ്ഥിരം പരിപാടിയാണ് സാക്ഷ്യം കേട്ടുകൊണ്ട് നടക്കുക. ഈ മനുഷ്യന്മാരൊക്കെ മാറിപ്പോയിപ്പോൾ അവളതിന് ഏലത്തോട്ടത്തിൽ പണി ചെയ്യാൻ വരുമ്പോൾ ഈ സാക്ഷ്യം ഓപ്പൺ ചെയ്ത് വെക്കും. അപ്പോൾ ഏലത്തോട്ടത്തിൽ പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവരോട് ചോദിക്കും, മകളെ ഇത് എവിടെ നിന്നാണ്, ഏത് മാതാവാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ ആലപ്പുഴ മാതാവാണ്. അത് നമുക്കറിയാവുന്ന ഭാഷ പറയും. പക്ഷേ ജനങ്ങളിത് വിശ്വസിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ശരീരത്ത് മുഴുവൻ വെള്ളപ്പാണ്ടായിരുന്നു. ഇവളുടെ ശരീരം മുഴുവൻ വെള്ളപ്പാണ്ടായിരുന്നു, വേദനയുള്ള വെള്ളപ്പാണ്ടുകൾ. ഇവളുടെ ജീവിതത്തിൽ പെങ്കൊച്ചല്ലേ, അപ്പോൾ അവളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു മരണകരമായ വേദന അനുഭവിക്കുന്ന വിഷയമാണിത്. ഇവൾ ഇങ്ങനെ ഒരു പത്രം കിട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് അമ്മയെ നേരിട്ട് കണ്ട്, കാശുണ്ടായിട്ട് വരണല്ലേ, അവിടെ നിന്നൊക്കെ വരണമെങ്കിൽ വലിയ പാടാ. അമ്മയെ കണ്ടിട്ട് പറഞ്ഞു, അമ്മേ എൻ്റെ വെള്ളപ്പാണ്ട് മാറ്റണം, വേറെ ഒന്നും ചെയ്യുന്ന ജീവിതത്തിൽ കിട്ടിയ കുഴപ്പമില്ല, കരിക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. അപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് ഉപ്പും ഉടമ്പടി തൈലം കൂടി തേച്ച് ഇവിടെ വെള്ളപ്പാണ്ട് സെക്കൻഡുകൾക്ക് മായാൻ തുടങ്ങി. അപ്പോൾ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർ കണ്ട്, ഏലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന വേറെ ആൾക്കാർ ഇത് കണ്ട്, അപ്പോൾ പിന്നെ അവർ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഈ സുവിശേഷം പ്രചരിക്കണത്? അപ്പോൾ ഒരു മകളിലൂടെ ഇപ്പം നിങ്ങളൊക്കെ എന്നിട്ട് വേറെ ഒരു ചേച്ചി ഇത് കേട്ടിട്ട് പറഞ്ഞ്, അമ്മേ, അപ്പോൾ അവളുടെ വീട്ടിൽ കുറേ പ്രശ്നം. കാര്യം അത് മകൾക്ക് ജർമ്മനി പോകണം, പക്ഷെ അവൾ പഠിച്ചിട്ടും തലയിൽ കയറണില്ല, പോകാനുള്ള പരീക്ഷയ്ക്ക് തോറ്റും പോണ പോലെ അവൾക്ക് ആത്മവിശ്വാസമില്ല. അപ്പോൾ ഈ സാക്ഷ്യം കേട്ടിട്ട് ചേച്ചി പറഞ്ഞ്, ഞാനൊരിക്കൽ അമ്മയെ പോയി കാണും. അപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പോൾ പറയണത് അമ്മയെ പോയി കാണും എന്നൊക്കെയാണ് പറയണത്. കാര്യം ഇന്ന് വെളുപ്പിന് വേറെ ഒരു സാക്ഷ്യം കേട്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത് രമ്യ കൃഷ്ണനാണ്. രമ്യ കൃഷ്ണൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, രമ്യ കൃഷ്ണൻ പ്രഗ്നൻ്റ് ആണ്. പക്ഷേ അവളുടെ മകൾക്ക്, മൂത്ത മകൾ 3.5 വയസ്സുള്ള കുഞ്ഞുണ്ട്, അവൾക്ക് ഹാർട്ടിൻ്റെ അസുഖമായിട്ട് അവളെ ഈ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോയി. RCC ക്യാൻസറായിട്ട് RCC കൊണ്ടുപോയി. അപ്പോൾ കുഞ്ഞ് ഒറ്റക്ക് പോയത് കാരണം ഈ ഗർഭിണിയായി ഇവൾക്ക് പോകാൻ പറ്റണില്ല. ഒന്ന് നോക്കിയാൽ ഓരോ മനുഷ്യന്മാർ വിഷമിക്കുന്ന വിഷമം കണ്ടില്ലേ. അവൾ ഗർഭിണിയായത് കാരണം 4-5 മാസം പറ്റിയാണ്. അവിടെ ഈ സങ്കടപ്പെട്ട് കുഞ്ഞിൻ്റെ കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് അവൾക്കാണെങ്കിൽ കുഞ്ഞിനാണെങ്കിൽ ഗുരുതരമായ അസുഖമാണ്, ചിലപ്പോൾ തിരിച്ച് കുഞ്ഞ് വരത്തില്ല. അത് ഈ അമ്മയ്ക്കറിയാം, ചങ്കക്കൊണ്ട വിഷയമാണിത്. അപ്പോൾ ഈ കുഞ്ഞ് പോകണമെന്ന് നോക്കി കണ്ണീരോടെ കൈയും കാണിച്ചോടെ നിൽക്കുകയാണ്. അപ്പോൾ അവൾ പോയി അവിടെ അഡ്മിറ്റായി, അവൾ ഐ സിയിലാക്കി. ഒരു ദിവസം അവരുടെ അസുഖം പെരുത്ത്, പിന്നെ ഗർഭമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ല, കുഞ്ഞിനെ കാണേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവളെ പെടസലി എറണാകുളത്ത് നിന്നിട്ട് അവിടെ ഇതിലേ പോയപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നേരെ വന്ന് അമ്മയെ കണ്ട്, എന്നിട്ട് പൊട്ടിക്കരഞ്ഞ്, എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ പോവുകയാണ്, ഞാൻ പോയിട്ട് എന്ത് കാര്യം, നീ വരാതെ, നീയും കൂടി വരണേന്ന് പറഞ്ഞുകൊണ്ട് പോയി. എൻ്റെ ദൈവമേ, ആ സാക്ഷ്യങ്ങൾ കേൾക്കണം. പിന്നെ അമ്മ ഇവളുടെ കൂടെ പോകും, ആ കുഞ്ഞിനെ വീണ്ടെടുക്കേണ്ട സംഭവമുണ്ടേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അതായത് എന്താ വെച്ചാൽ ഇപ്പം ആൾക്കാരൊക്കെ സംസാരിക്കണത് നേരിട്ട് സംസാരിക്കുക, നമ്മൾ ഈ മനുഷ്യന്മാരെ പോലെ നമ്മളുടെ കൂടെ വരിക, ഇതൊക്കെ ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാകണത്. എത്രയോ പ്രാവശ്യം കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്നൊക്കെ, എന്നിട്ട് ഈ മനുഷ്യന്മാരാരും വിശ്വസിച്ചില്ല. ദൈവത്തിന് നമ്മുടെ കൂടെ വന്ന് നമ്മളെ സന്ധിക്കാനുള്ള കൊതിയാണ് അമ്മരൂപമായിട്ട് മാറണത്. അതാണ് അമ്മ പറയണത്, ഈശോ പറയണത്, ഇതാ നിൻ്റെ അമ്മയെന്ന്. ഈശോ തന്നെയാണ് അമ്മയിലൂടെ പ്രവർത്തിക്കുന്നത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പോഴേ നമ്മൾ ആ ഇടുക്കിയിലെ സാക്ഷിയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട ഒരു ചേച്ചി
ആ ചേച്ചിയുടെ മോൾക്ക് ഇതുപോലെ പഠന തകർച്ചയാണ്, പ്രൊഫഷൻ തകർച്ചയാണ്. അപ്പോൾ അവർ നോക്കിയിട്ട് അവിടെ മുമ്പിൽ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ അവർ പറയണത്, എനിക്കും ഒരു ദിവസം അമ്മയെ പോയി കാണണം, എൻ്റെ മകളുടെ കാര്യങ്ങൾ പറയണം. പക്ഷേ എന്നിട്ട് അവരെന്നാ ചെയ്ത്, അവർ പറഞ്ഞ് നാളെ മുതൽ ഞാനും ഏലത്തോട്ടത്തിൽ പണിക്ക് വരാം, എൻ്റെ കാശില്ല, ആലപ്പുഴ വരാൻ കാശില്ല, അതുകൊണ്ട് ഞാനും ഏലത്തോട്ടത്തിൽ പണിക്ക് വരാം. അപ്പോൾ ഏലത്തോട്ടത്തിൽ പണിക്ക് ചെന്ന് ഒരാഴ്ച കഴിയപ്പോൾ അവർക്ക് 4000 രൂപ കിട്ടി. ആ 4000 രൂപയും കൊണ്ട് അവരിവിടെ വരും, അമ്മയെ കാണും, ഉടമ്പടി ചെയ്യും. പിന്നെ ഉടമ്പടിയിൽ ഇവരെന്താ ചെയ്യുന്നത്, ആദ്യ കാലങ്ങളിൽ ഇവർക്ക് ഉടമ്പടിയിൽ ഇവർ പത്രം കുറച്ചൊക്കെ കൊടുക്കും, കുറച്ച് കൊടുക്കത്തില്ല. മകളും കുറച്ച് കൊടുക്കും, കുറച്ച് കൊടുക്കത്തില്ല. എന്നിട്ട് അത് കാര്യമായിട്ട് എടുത്തില്ല അവർ പത്രം കൊടുക്കണത്. അതിൻ്റെ അകത്തല്ല കാര്യം ഇരിക്കണത്. ശരിക്കും പറഞ്ഞാൽ സുവിശേഷം കൈമാറ്റത്തിലാണല്ലോ കാര്യം ഇരിക്കണത്. ദൈവത്തിൻ്റെ കാര്യം ഇരിക്കണത്, ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് മാത്രം പ്രയോജനമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും, പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും. ഇവിടെയാണ് ആൾക്കാർക്ക് പറ്റണത്. ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ആ കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് ഒന്നും കൊടുക്കത്തില്ല. ഇത് അവർ ഈ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. അത് തന്നെ പരിപാടി. അങ്ങനെ കുറച്ച് ചെയ്ത് കുറച്ച് ചെയ്യാതെ ഇവരുടെ ഉടമ്പടി ശരിക്കും ഫ്രൂട്ട് ആകുന്നില്ല. അപ്പോൾ പിന്നെ വീണ്ടും ഒന്ന് ഉടമ്പടി പുതുക്കണമല്ലോ. പുതുക്കാൻ നേരത്തെ പിന്നെ കുഞ്ഞിന് പരീക്ഷയായി. അപ്പോൾ അവൾ എറണാകുളത്ത് വന്നപ്പോൾ ആ എറണാകുളത്ത് നിന്ന് പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് രണ്ടാമത് ഇവർ ഉടമ്പടി പുതുക്കിയിട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ഉടമ്പടി പുതുക്കിയിട്ട് പോകുമ്പോൾ അവർ പറയണ, ഞാൻ ഇനി എൻ്റെ ഉടമ്പടി കറക്റ്റ് ചെയ്യും. അതിൽ എൻ്റെ നാട്ടിൽ കൂടി തമിഴ്നാട്ടിലേക്ക് ഒരു വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് തമിഴ് പത്രമോ ഹിന്ദി പത്രമൊക്കെ വാങ്ങിച്ച്, എന്നിട്ട് എനിക്ക് ആ തമിഴ് വണ്ടിയിൽ എനിക്കറിയാവുന്നൊരു കണ്ടക്ടറുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ റെഡിയാക്കി പത്രം പിടിച്ച് ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ പോകും. കുറേ ഉണ്ട്, 2-3 കിലോമീറ്റർ ഉണ്ട് ആ തമിഴ് വണ്ടി പോകുന്ന ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ വേണ്ടി. അവരോടെ പോയിച്ചും വണ്ടി വരുമ്പോൾ കണ്ടക്ടറോട് പറയും, നിങ്ങൾ ഈ വണ്ടി എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കും. അപ്പോൾ ഇത് തേനിയിലോട്ടാണ്. അപ്പോൾ ഇത് തമിഴ് പത്രമാണ്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ദൈവവേല ചെയ്യണം, ഇത് നിങ്ങളവിടെ വിതരണം ചെയ്യണമെന്ന് പറയും. പരിചയം ഉണ്ടായിരുന്നത് കൊണ്ടും അതുകൊണ്ട് ആ ചേട്ടൻ പോയി തമിഴ് പത്രം മേടിച്ച് തേനി കൊണ്ടുപോയി വിതരണം ചെയ്യും. എന്നിട്ട് ഇവിടെ കയ്യിരിക്കണ പൊതിച്ചോറ് കൊണ്ടുവന്ന് ആ സ്ഥലത്തുള്ള ഇടുക്കിയിലുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് അവിടെ ഇരിക്കണ ഇരിപ്പ് രോഗികളെയും ബൈസ്റ്റാൻഡേഴ്സിനെ കണ്ടിട്ട് ഇവർ ഭക്ഷണമൊക്കെ കൊടുക്കും. ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, മനുഷ്യന്മാർ, നിങ്ങൾക്കറിയോ ഇന്നത്തെ കാലത്ത് ഈ ഉടമ്പടിയുടെ പേരിൽ ഒരു ദിവസം തന്നെ ഒരു 10 ലക്ഷം രൂപയെങ്കിലും മനുഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് വസ്ത്രങ്ങൾ ആൾക്കാരെ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു MP ഇവിടെ വന്നപ്പോഴേ എന്നോട് പറഞ്ഞു, അച്ഛനൊരു ആശുപത്രി തുടങ്ങണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ എന്നോട് പറഞ്ഞേക്കുന്നത്, KPO ഞാൻ വിളിച്ചപ്പോൾ ആശുപത്രി തുടങ്ങിയില്ല, അച്ഛനും തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ക്രിസ്ത്യൻ അല്ലാഞ്ഞ കാരണം ഞാൻ പറഞ്ഞു, സാറേ ഇത് രണ്ടും 2 മിഷനാണ്. ഞാൻ ചെയ്യണത്, ഞാനിവിടെ ഒരു ആശുപത്രി തുടങ്ങിയിട്ട് ആൾക്കാർക്ക് മരുന്ന് പകുതി വിലക്ക് കൊടുക്കുന്ന പരിപാടിയല്ല ഇത്. ജനങ്ങളെ തന്നെ കൊടുക്കാൻ വേണ്ടി എക്വിപ്പാക്കുകയാണ്. അവരുടെ കൈവശം എത്ര അപ്പമുണ്ടോ എന്ന് ഈശോ ചോദിച്ചില്ലേ, അത് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ. അപ്പം ജനങ്ങളുടെ കൈവശമുള്ളത് എന്താണ്? വിശ്വാസമോ അപ്പമോ വസ്ത്രമോ പണമോ ഭക്ഷണമോ എന്താണ്? അതുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ഞാൻ കുടിപ്പിക്കുക. ശരിക്കും പറയണേ, ബൈബിളിൻ്റെ ഒരു കാഴ്ചപ്പാട് ആ രീതിയിലാണ്. അല്ല എവിടെയെങ്കിലും ഒരു സെൻട്രലൈസ് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ട് അവസാനം ആശുപത്രി കച്ചവടമാണ്, വിദ്യാഭ്യാസം കച്ചവടമാണെന്നുള്ള ചീത്തപ്പേരാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കഷ്ടപ്പെട്ട് നമുക്ക് ഉണ്ടായത്. കഷ്ടപ്പെടാനുള്ള എല്ലാം കൃത്യ ആവശ്യമുള്ള അഭിഷിക്തന്മാർ സന്യസ്തരുമൊക്കെ ശരിക്കും ജീവിതം ഒഴിഞ്ഞു വെച്ച് ഈ ആശുപത്രികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. പക്ഷേ പേരെന്താ? കച്ചവടമാണെന്ന പേര്. പക്ഷേ എനിക്കതറിയാവുന്നതുകൊണ്ട് ഞാൻ പണ്ട് പോലെ സുവിശേഷ കൈമാറ്റത്തിന് ഈ വേറെ ഒരു നിലവാരം തരാൻ വേണ്ടി എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഉടമ്പടി തരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അമ്മ തരുമ്പോൾ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയാണ് പ്രത്യക്ഷ പ്രാർത്ഥനയിലൂടെ നമുക്ക് തന്ന കൃപാവര പദ്ധതിയായിട്ടാണ് ഇപ്പോഴേ ഈ ജനങ്ങളെ അവരുടെ കൃപയിൽ നിന്നും അവരുടെ വിശ്വാസത്തിൽ നിന്നും അവരുടെ സമൃദ്ധിയിൽ നിന്നും അവർ ദാനം ചെയ്യുമ്പോൾ സുവിശേഷത്തിൻ്റെ ആളായ്മയായിട്ട് ജനങ്ങൾ തന്നെ കൺവേർട്ട് ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ ലോകം മുഴുവൻ വ്യാപിച്ച് പുളിമാവ് പോലെ പരക്കുന്ന സുവിശേഷ പ്രയോഗ പ്രവർത്തന മുന്നേറ്റത്തിലെ എന്നെയും കരുവാക്കിയതിലെ എന്നെയും ഉപകരണമാക്കിയതിലെ ഞാനേക്ക് നന്ദി പറയുന്നു. എന്റെ ഈ കൃപയിലെ അങ്ങ് നിലനിർത്തണമേ. അപ്പോൾ ഈ ചേച്ചി കൃത്യമായിട്ട് രണ്ടാമത് ഘട്ടത്തെ പുതുക്കി കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെ സ്പിരിറ്റ് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ മിഷൻ കൃത്യമായിട്ട് ദൈവസ്നേഹത്തോടെ ചെയ്യാൻ തുടങ്ങി. കാര്യം വെച്ചാൽ വെറുതെ കൊടുക്കുകയല്ല, ഉറപ്പ് വരുത്തും. നമ്മളെ കൊടുക്കണ പത്രം, നമ്മളെ കൊടുക്കണ ഭക്ഷണം,
അർഹമായ സ്ഥലത്താണ് കൊടുക്കണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവരോട് കർത്താവിനെക്കുറിച്ച് പറയും. കൊടുത്തിട്ട് പോരുകയല്ല പ്രശ്നം. അങ്ങനെ പറയാൻ പറ്റാത്ത ചാതുര്യമില്ലാത്തവർക്കാണ് പത്രം കൊടുക്കുന്നത്. മനസ്സിലായില്ല? പത്രം കൊടുത്താൽ ചെറുക്ക് പറയാൻ പറ്റത്തില്ല, അറിയത്തില്ല പറയാൻ. അതുകൊണ്ട് പത്രം കൊടുക്കും. പത്രം കൊടുക്കുമ്പോൾ എന്താണ്? ചവർ പോലെ സാക്ഷ്യം പെയ്ത് കിടക്കുകയില്ലേ പത്രത്തിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും സുവിശേഷ കാലത്തിൻ്റെ ഒരു പുതിയ കാല പതിപ്പുകളാണ് നിങ്ങളുടെ കയ്യിൽ വരണത്. അത് തൊടുന്നപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് വെച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവം അതെല്ലാം ആൻസർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ഇതിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ മുതൽ മുടക്കിയാൽ, ദൈവസ്നേഹത്തിൻ്റെ മുതൽ മുടക്കിയാൽ, പ്രത്യാശയുടെ മുതൽ മുടക്കിയാൽ ഇതിന് കറക്റ്റ് റൈറ്റായിട്ടുള്ള റിട്ടേൺസ് ഉണ്ടെന്ന് ഇപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് ആൾക്കാരിപ്പോഴേ പഴയതുപോലെ പമ്മലൊന്നുമില്ല. നേരിട്ട് ചൊവ്വേ എത്ര വഴക്ക് കേട്ടാലും ആക്ഷേപിച്ചാലും അവർ പറയും നാളെ നിങ്ങളും വരും. ഇപ്പോൾ ഞാനിപ്പോൾ ഇടുക്കിയിൽ ചേടുത്തി ആലപ്പുഴയ്ക്ക് കൂട്ടുവരാൻ വേണ്ടി ഒരു ചേടുത്തിയോട് പറഞ്ഞ് അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷേ വരണ ദിവസം വിളിക്കാൻ ചെന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഒരു ബ്രദറുണ്ടായിരുന്നു. പണ്ട് മാതാവിനെ ഇല്ലാതെയൊക്കെ പ്രസംഗിച്ച് നടന്ന ബ്രദറാണെന്ന് തോന്നണം. ബ്രദർ പറഞ്ഞ് നിങ്ങൾക്ക് എന്താ പ്രായം, ഇവിടെ തന്നെ ഉണ്ടല്ലോ 100,000 മാതാവില്ല പള്ളിയിൽ, പിന്നെ നിങ്ങളെന്താ വഴി കെട്ടിയെടുത്ത് ആലപ്പുഴ ഓടണത്, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ ഈ ചേർത്തി പറഞ്ഞ് അയാളെ ഭർത്താവിനെ വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്നും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് പോകണമെങ്കിൽ അവർക്ക് പ്രശ്നമുണ്ട്, അവർക്ക് ഛർദ്ദിക്കും, ചിലപ്പോൾ ഛർദ്ദിച്ചാൽ ബോധം കെട്ട് പോകും. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ വണ്ടിയെ കയറി കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു, ആരും എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞവരും വരണില്ല, ഞാൻ ഛർദ്ദിച്ച് ബോധം കെട്ടാൽ പിന്നെ അവസ്ഥ എനിക്ക് അറിയാവില്ല, എന്നാലും ഞാൻ പോകും. വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണ രീതി കണ്ടില്ലേ? എന്നിട്ട് അവർ പറയണേ ഞാൻ ഇവിടെ വന്ന് അമ്മയെ കണ്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ വീട്ടിൽ ഇരിക്കണ പോലെയാണ് എനിക്ക് തോന്നിയതെന്ന്. വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ എന്താണ് അമ്മ കൂടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വിശ്വാസമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവം പറയും, വിശ്വാസം കാണിക്കാൻ പറയും. നമ്മുടെ കൈവശം എന്തുണ്ടെന്ന്, നിങ്ങളുടെ കൈവശമുള്ള വിശ്വാസം ദൈവം പറയും, കാണിക്കാൻ പറയും. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉദാഹരണത്തിന് ആ തളവായ രോഗിയുടെ കാര്യം തന്നെ എടുത്തേ. തളവായ രോഗിക്ക് അയാൾ ഒരു പ്രത്യാശമില്ലാത്ത ഒരു സാഹചര്യത്തിൽ തളർന്ന കോശങ്ങൾ മരിച്ച ഞരമ്പ് തളർന്ന ഒരു മാംസപിണ്ഡമായിട്ട് ഈച്ചയും പിടിച്ച് കിടക്കുന്ന ആളാണ്. ഈ ആളിനോടും ഈശോ ചോദിക്കുകയാണ്, എന്താണ് നീ ഈച്ച പിടിച്ചാലും കിടക്കുന്ന അവസ്ഥയാലും നിൻ്റെ മാംസപിണ്ഡം തളർന്നാലും ഞരമ്പിന് തളർച്ച വന്നാലും നിനക്ക് ഈശോയ്ക്ക് നീ പ്രിയപ്പെട്ടവനാണ്. അത് ഈ ഒറ്റ കാര്യം കൊണ്ട് മനസ്സിലാകും. ആർക്കും നിന്നെ സുഖപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല ഈ ലോകത്ത്, ആർക്കും നിന്നെ സുഖപ്പെടുത്താൻ ഒരു ആഗ്രഹവുമില്ല. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് നീ സുഖപ്പെടണമെന്ന്. പക്ഷേ നിനക്ക് ആഗ്രഹം ഉണ്ടാകണം, നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് കർത്താവ് ചോദിക്കും. അപ്പോൾ പറയും എനിക്ക് നീ പറഞ്ഞതുപോലെ ആരുമില്ല എന്ന് പറയും. അപ്പോൾ ഈശോ പറയും എഴുന്നേറ്റ് നടക്കാൻ പറയും. എഴുന്നേറ്റ് നടക്കാൻ പറയണ അല്ല പ്രശ്നം, തളർന്ന ആൾ കട്ടിലും കൊണ്ട് എഴുന്നേക്കണ കാഴ്ച നമ്മൾ കാണുന്നത്. തളർന്ന ആൾ കട്ടിലും കൊണ്ട്, കാര്യം വെച്ചാൽ ഇവൻ്റെ ആഗ്രഹം ഈശോയിലുള്ള വിശ്വാസമാണ് ഇവനെ കട്ടിൽ 38 വർഷമായിട്ട് തളർന്നു കിടക്കുന്നവനെ കട്ടിൽ പൊക്കിക്കുന്ന കർത്താവ്. അത് വിശ്വാസത്തിൻ്റെ ഒരു വലിയ സുവിശേഷമാണ്. എന്ന് വെച്ചാൽ നിൻ്റെ വിശ്വാസം വളർത്തു. ആരെല്ലാം വിശ്വാസം നിന്ന് അവിഞ്ഞു പോയാലും നീ അത് മൈൻഡ് ചെയ്യരുത്. ഈ മനുഷ്യൻ്റെ ഭാര്യയും മക്കളെ കൊണ്ട ആളാണ്. കുറച്ച് നാളൊക്കെ നിന്ന് ബൈസ്റ്റാൻഡേഴ്സൊക്കെ വണ്ടി വിട്ട് പോയി. ഇപ്പോൾ ഒരു ബൈസ്റ്റാൻഡറും ഇല്ല, ബൈസ്റ്റാൻഡറൊന്നും ഇല്ല. അയാൾ കറക്റ്റ് കാര്യം പറയും, എനിക്കാരുമില്ലെന്ന് പറയും. അപ്പോൾ കർത്താവ് പറയും ഞാൻ നിനക്കുണ്ടെന്ന് പറയും. കാര്യം ഭാര്യയെ കണ്ടോ ഭർത്താവിനെ കണ്ടോ മക്കളെ കണ്ടോ അല്ലെന്ന് നിന്ന് ഞാൻ ജനിപ്പിച്ചത് എന്നെ കണ്ടാണെന്ന് പറയും. കടിക്ക് ശ്രുതികട ഹല്ലേലൂയ. വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മൾ ആൻസി കുമ്പളങ്ങിയുടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ ആൻസി കുമ്പളങ്ങി ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? അവർ ജപ്തി നടപടി വന്നു, ജപ്തി ഇന്ന് കടം മേടിച്ച് ജപ്തി അപ്പൻ്റെ അമ്മയുടെയും ജപ്തി ഒഴിവാക്കി കൊടുത്തു. അപ്പോൾ ഇവർ കടക്കാരായി. അപ്പോൾ എന്നാ പറ്റി, പ്രളയവും മഴയും വന്നിട്ട് വീടൊടിഞ്ഞ് വീണ് പിന്നെ അപ്പനെ അമ്മയും കൊണ്ടുപോയി വാടകയ്ക്കാക്കി. അമ്മയാണെങ്കിൽ ഓർമ്മയില്ല, മകൻ മദ്യപാനത്തിൽ തേരാപ്പാര നടന്നിട്ട് നാട് വിട്ട് പോയിരിക്കുക. ഇങ്ങനെ തകർന്ന ഒരു ജീവിതം എല്ലാം തീർന്ന് അങ്ങനെ പോവുകയാണ്. പിന്നെ മരിക്കണം വരെ മകളായിരിക്കുമ്പോൾ നമുക്ക് നോക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരുടെ മനസ്സ് മാറുന്നില്ല. ഇവർ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു അപ്പനും അമ്മയും ഒരു വീട് നമുക്ക് ശരിക്ക് കൊടുക്കാം. എപ്പോഴും ജീവിതകാലത്ത് എങ്ങനെ അവർ മരിക്കുമ്പോൾ വാടക വീട്ടിൽ മരിക്കണം ശരിയല്ലല്ലോ, അതൊരു മനുഷ്യത്വമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്നിട്ട് ഇവർ ഭാര്യയും ഭർത്താവും കൂടി ലോൺ എടുത്തിട്ട് ഒരു ആ പൊളിഞ്ഞു പോയ വീട്ടിൽ വേറൊരു വീട് ഉണ്ടാക്കിയെടുക്കും. വേറെ കുഴപ്പമില്ലാത്തൊരു വീട് വീടുണ്ടാക്കി എടുത്ത് കഴിയുമ്പോൾ ഉടമ്പടിക്കാലമാണ്. ഈ സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചില്ലേ?
അതെന്തിൻ്റെ ആഗ്രഹം? ഈശോയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ആഗ്രഹം വരണത്. അപ്പോൾ അവൻ പറഞ്ഞ് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയും. കാര്യം എന്താണ്? നീ എൻ്റെ കൂടെ നിൽക്കണുണ്ടല്ലോ, നീ എൻ്റെ അരികെ നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ. ഉടമ്പടിയുടെ ബേസ്മെൻറ്റിലാണ് ഈ ആഗ്രഹം നിലനിൽക്കുന്നത്. അപ്പോഴെന്താണ്? നമ്മളെ കടം മേടിച്ച് അപ്പനും അമ്മയ്ക്കും വീട് വാങ്ങിച്ച് കൊടുത്താലും എന്താണ്, നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, കർത്താവ് ഇന്നല്ലെങ്കിൽ നാളെ അത് വർക്കൗട്ട് ചെയ്യിക്കും. അതാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസത്തെ ഞാൻ ഇവരുടെ വിശ്വാസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വീട് കർത്താവ് ചിലപ്പോൾ ഒന്നിട്ടതായിരിക്കും, നമുക്കറിയത്തില്ല. ഇതിനകത്ത് ഈ ഉടമ്പടി എടുക്കുന്ന കാലത്തെ പലതരത്തിലുള്ള തകർച്ചകളുണ്ടാകും. നമ്മൾ അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇവർ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഇവർ പറയണ പുതിയ കടത്തിൻ്റെ ജപ്തിക്ക് കടമുണ്ടായിരുന്നു, അതൊഴിച്ചു, ഇനി ഈ വീടിന് കടമുണ്ടാവും. എന്നാലും അപ്പനും അമ്മയും സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കുമല്ലോ, മക്കളെ ജീവിച്ചിരിക്കുമ്പോൾ അതല്ലേ അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വീട് ഉണ്ടാക്കി കൊടുക്കും. അവർ പറയണേ, ആ വീട് ഉണ്ടാക്കണതിനെ ഞങ്ങൾക്ക് എങ്ങനെയാണ് അത് ഉണ്ടായെന്ന് പോലും അറിയാൻ പാലാത്ത രീതിയിൽ ഒരു തടസ്സവുമില്ലാതെ പെട്ടെന്ന് ആ വീട് റെഡിയായത്. ഒരു 6 മാസത്തിനുള്ളിൽ വീട് റെഡിയായി. അത് ഈ മരിയൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയിലുണ്ട്. അമ്മ ആ വിഷയത്തിൽ കൊണ്ടുപോയി നമുക്ക് അറിയാൻ പറ്റും. ഈ മുല്ലപ്പൂവൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അവർ പറയുന്നുണ്ട് ഇടയ്ക്ക്, ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോഴേ അച്ഛാ എല്ലായിടത്തും മുല്ലപ്പൂവിൻ്റെ മണമാണ്. അപ്പോൾ ഞാനവർക്ക് എനിക്ക് മാത്രമേ ഉള്ളെന്ന്. അപ്പോഴുണ്ട് എല്ലാ ദിവസവും അവിടെ മുല്ലപ്പൂവിൻ്റെ മണമുള്ള വീട്. ഇന്ന് ആ സാക്ഷി അപ്പം ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കണം കേട്ടോ. ഒരു കുടുംബം എങ്ങനെ രക്ഷപ്പെട്ട് വരണമെന്ന്, അമ്മ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് അറിയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിയൻ സീൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കുടുംബത്തിന് എന്താ സംഭവിച്ചത്? ആദ്യം ജപ്തിയായി, അത് തകർത്തുകൊണ്ട് അതിനെ വിശ്വാസം അതിജീവിച്ചുകൊണ്ട് ജപ്തി നടപടി മാറ്റിക്കൊടുത്തു. പിന്നെ അത് അപ്പനും അമ്മയും വാടകയ്ക്കായി. പിന്നെ ആ വീട് ഇടിഞ്ഞ് വീണ് അങ്ങനെ അപ്പനും അമ്മയും വാടകയ്ക്കായി. അപ്പോഴും വിശ്വാസം കളയാതെ ഇവർ നിന്നിട്ട് അതിനെ അതിജീവിക്കും. പിന്നെ എന്താണ്? പിന്നെ ഇതെല്ലാം കാശുരവും ആ കട്ടളപ്പടിയിലും എല്ലാം കൃപാസനം കാശുരവും വെച്ചാണ് ഇവർ ചെയ്യണതെല്ലാം. എന്ന് വെച്ചാൽ ആ അവസാനം മാതാവിൻ്റെ തന്നെ സാന്നിധ്യത്തിൽ ആ വീട് തീർത്ത് കഴിയുമ്പോൾ എന്നാ പറ്റുമെന്നറിയാവോ? ആങ്ങളെ തിരിച്ചു വരും. അവനൊരു ജീവിതമായല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ അവൻ കുടി നിർത്തും. കുടിയായിരുന്നല്ല പ്രശ്നം മുഴുവനും. നമ്മൾ സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് ദൈവത്തിന് തോന്നിയാൽ നിൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റാൻ കർത്താവിന് 1 സെക്കൻഡ് മതി. കാര്യം എന്താ? നിങ്ങൾ വചനം വിട്ടു പോകത്തില്ല, വചനം നിലനിൽക്കുകയാണ്. ആൻസിയിലും ഭർത്താവിലും വചനം, എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. അങ്ങനെ മദ്യപാനമോ അതുപോലെ തന്നെ വീട് വെക്കുന്ന കാര്യമോ എന്തായാലും നിങ്ങൾ ഇഷ്ടമുള്ള ചോദിക്കാം, നിങ്ങൾക്കത് ലഭിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം നിറവേറ്റിക്കൊണ്ട് ആങ്ങളെ തിരിച്ചു വരും. മദ്യപാനം മാറിയല്ലേ രസം. ആ പുതിയ വീട്ടിലോട്ട് വന്നപ്പോൾ അമ്മയുടെ ഭ്രാന്തും മാറി. അപ്പോൾ അമ്മയുടെ ഒരു ഭ്രാന്ത് മാറി, ഓർമ്മക്കുറവ് മാറി കഴിഞ്ഞപ്പോൾ അമ്മ സന്തോഷമായി, അപ്പൻ സന്തോഷമായി, ആങ്ങൾക്ക് സന്തോഷമായി. അവരുടെ കുടുംബജീവിതം തിരിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാം സന്തോഷമായപ്പോൾ അമ്മയ്ക്ക് ഒറ്റ ദുഃഖമേ ഉള്ളൂ. എന്താണ്? എൻ്റെ മകൾ എന്നെ പ്രതി ലോകത്തിലെ ഏറ്റവും വലിയ കടക്കാരി ആയില്ല എന്നുള്ള ദുഃഖമാണ്. അപ്പോൾ അതെന്ത്? എടി മോളെ, നീ കടക്കാരി ആയില്ല അടി ഞങ്ങളെ രക്ഷിച്ചപ്പോൾ. അത് അമ്മ നോക്കിക്കൊള്ളൂ എന്ന് ആൻസി പറയും. അമ്മ നോക്കി. പിറ്റേ ദിവസം അവർക്ക് ഗവൺമെൻറ് ജോലി. ഈ ഗവൺമെൻറ് ജോലിയൊക്കെ നേരത്തെ കൊടുക്കാൻ പറഞ്ഞു, കൊടുക്കത്തില്ല. നമ്മളോട് പറയും നിങ്ങൾ ആദ്യം വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. ആൻസി അതിന് ജയിച്ചു. ദൈവത്തിന് ഗവൺമെൻറ് ജോലിയൊക്കെ അവർക്ക് നേരത്തെ കൊടുക്കാൻ വരുന്നു. നിങ്ങൾക്ക് പലർക്കും സംഭവം തരാതിരിക്കണേൻ്റെ കാരണം എന്ന് അറിയാമോ? നിങ്ങളത് ഉടമ്പടിയോടെ ഇൻവെസ്റ്റ് ചെയ്യണത് പോലെ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പല ആൾക്കാരും വചനം നിലനിൽക്കണില്ല. കാര്യം അവർക്ക് ദൈവമല്ല പ്രധാനപ്പെട്ടത്, അവർക്ക് ജോലിയാണ്, വീടാണ്, വിവാഹമാണ്, വിദേശമാണ്. ടേക്ക് ദ വേർഡ്. എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തുകൊണ്ട് ഉടമ്പടി ഫലശൂന്യമാകുന്നോ? അതാണ് പ്രശ്നം. അവൻ പറയണ പോലെ ചെയ്യുന്നതല്ല ഉടമ്പടി. അവൻ 2:5 പറഞ്ഞ എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക, അവൻ പറഞ്ഞ പോലെ ചെയ്തോളാവുന്ന മാതാവിന്റെ മധ്യസ്ഥത്തിൽ കർത്താവിനോട് പറയുന്നതാണ് ഉടമ്പടി. ആ ഉടമ്പടി എങ്ങനെയാണ് നിലനിൽക്കണത്? ആ ഉടമ്പടിയിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുക. ഇപ്പോൾ ആൻസിയുടെ ജീവിതത്തിൽ വചനം നിലനിൽക്കുകയാണ്. നഷ്ടം സഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം നിറവേറ്റിക്കൊണ്ട് അവൾ ഉടമ്പടിയിൽ അങ്ങോട്ട് പുരോഗമിക്കണ കാണാം, ആ കാഴ്ച കാണാം. അതുപോലെ വിശ്വസിച്ചുകൊണ്ട് നഷ്ടം വന്നാലും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വചനം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതാണ് നിലനിൽപ്പെന്ന് പറയണത്. വചനം ഉടമ്പടിയിലുള്ള നിലനിൽപ്പെന്ന് പറയണത്. ഈ ഉടമ്പടി നിലനിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും അറിയാവോ? യോഹന്നാൻ 15:4. യോഹന്നാൻ 15:4. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ.
ഞാൻ നിങ്ങളിലും വസിക്കും. ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. മക്കളെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വചനം യോഹന്നാൻ 15:4 എന്താണ്? നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. പറഞ്ഞേ, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. ഞാൻ നിങ്ങളിൽ വസിക്കും. മുന്തിരിച്ചെടിയിൽ നിലനിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ ഫലം പ്രഭവിക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫലം പ്രഭവിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും.